വെള്ളിമാട് സ്കൂളിലായിരുന്നു ഈ ഷഹബാസ് കൊലക്കേസിലെ 5 പ്രതികളായ കുട്ടികൾ SLC പരീക്ഷ എഴുതാൻ തീരുമാനിച്ചത്. എന്നാൽ പരീക്ഷ ഈ വെള്ളിമാട് സ്കൂളിൽ നിന്നും മാറ്റിയതായി ദീപക് തർമ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ പരീക്ഷ നടത്താനാണ് ഇപ്പോഴത്തെ നീക്കം. സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. പ്രേക്ഷകർക്കറിയാം, ഈ വെള്ളിമാട് സ്കൂളിലേക്ക് ഇന്ന് KSUവിൻ്റെ ഒക്കെ പ്രതിഷേധം വരാൻ സാധ്യതയുണ്ട്. സംഘർഷത്തിന് സാധ്യതയുള്ളത് കൊണ്ടാണ് സ്കൂളിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നത്. 10ാം ക്ലാസ്സിൽ സ്വതന്ത്രമായി കുട്ടികൾക്ക് പരീക്ഷ എഴുതാനില്ല പറ്റാത്ത സാഹചര്യം നിലവിൽ വരുമോ എന്ന ചിന്തയാണ് പോലീസിനെ കൊണ്ട് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ഈ പരീക്ഷ വെള്ളിമാട് സ്കൂളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഈ പ്രതി മാത്രമല്ല, വെള്ളിമാട് സ്കൂളിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മാനസിക സംഘർഷം ഉണ്ടാകാൻ ഈ പ്രതികളുടെ സാന്നിധ്യം കാരണമാകുമോ എന്ന ഭയവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ഹോമിലെ ഉള്ളിൽ ഈ പരീക്ഷ എഴുതിക്കാനുള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും വെള്ളിമാട് സ്കൂളിൽ നിന്ന് ഈ 5 പ്രതികൾ പരീക്ഷ എഴുതുന്നു എന്നുള്ള അവസ്ഥ മാറിയിരിക്കുന്നു. ദീപക് തർമടം ടെലിഫോണിലുണ്ട്. ദീപക്, ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജുവനൈൽ ജസ്റ്റിസിൻ്റെ അവിടെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ പരീക്ഷ നടത്താനാണല്ലോ നീക്കം. എന്താണ് വിവരം ലേറ്റസ്റ്റ്? ദീപക് തർമടം അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരാൻ കഴിയുമെന്നാണ് വിശ്വാസം. എന്തായാലും ഈ പോലീസ് ഒരു സംശയവും അവർ അസ്ഥാനത്താണെന്ന് കാണുന്നില്ല. സംഘർഷം ഒഴിവാക്കാനും KSUവിൻ്റെ പ്രതിഷേധം വരാൻ സാധ്യതയുള്ളതുകൊണ്ടും അവിടെ വെള്ളിമാട് സ്കൂളിൽ നിന്ന് മാറ്റി പരീക്ഷ SLC പരീക്ഷ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള പരീക്ഷ എന്ന് വരുന്നു. ദീപക്, പറയൂ വിശദാംശങ്ങൾ. SKN ഒരു സംഘർഷ സാധ്യത ഇല്ലാതാക്കുക. രണ്ടാമത്, ഈ പ്രതികൾ ഒരു കൊലക്കേസിലെ 5 പ്രതികൾ ഒരുമിച്ച് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷ എഴുതുമ്പോൾ അത് അവിടെയുള്ള വിദ്യാർത്ഥികൾക്കും മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ പരീക്ഷാ കേന്ദ്രം പുറത്താക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ ഒരു കത്ത് നൽകുന്നു വിദ്യാഭ്യാസ വകുപ്പിന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ കേന്ദ്രം എനിക്ക് പുറകിലുള്ള ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് തന്നെ മാറ്റാൻ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത അതാണ്. ഒടുവിൽ തീരുമാനം വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്: സംഘർഷ സാധ്യതയും മറ്റു വിദ്യാർത്ഥികൾക്കുള്ള മാനസിക സമ്മർദ്ദ സാധ്യതയും ഉള്ളതിനാൽ പരീക്ഷാ കേന്ദ്രം പുറത്തെ നേരത്തെ നിശ്ചയിച്ച NGO ക്വാർട്ടേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താതെ ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ നടത്താനുള്ള തീരുമാനമായിരിക്കുന്നു. റൂറൽ SP KE ബൈജു നേരത്തെ തന്നെ ഈ താമരശ്ശേരിയിൽ നിന്നും പരീക്ഷാ കേന്ദ്രം മാറ്റാൻ വേണ്ടി കത്ത് നൽകിയിരുന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് അരികിലുള്ള വെള്ളിമാട് കുന്നിലെ തന്നെ NGO ക്വാർട്ടേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷാ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഉത്തരവിറങ്ങിയത്. അതിൽ നിന്നുമാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. സംഘർഷ സാധ്യത വീണ്ടും ഉണ്ടാവാനുണ്ട് കാലത്ത് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയും ചെയ്തു. KSUയുടെ പ്രതിഷേധം വന്നു. മാത്രവുമല്ല, ഈ കുട്ടികൾ ഒരു കൊലപാതകം നടത്തിയ 5 ക്രിമിനലുകൾ ഒരു വിദ്യാർത്ഥികൾക്ക് ഇടയിൽ, ഒരു പറ്റം വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായും അത് ചുറ്റുമുള്ള വിദ്യാർത്ഥികൾക്ക് മാനസികമായി വലിയ സമ്മർദ്ദമുണ്ടാകും. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയത്, പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അല്പം മുൻപ് തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. ഈ NGO ക്വാർട്ടേഴ്സിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ നടത്തുന്നതിന് പകരം എനിക്ക് പുറകിലുള്ള ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ 5 ക്രിമിനലുകൾക്കും പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമടം.